ഗുഡ് ഈവനിങ്. അപ്പം ഇന്ന് നമുക്ക് എടുക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കുഞ്ഞു കോൺസെപ്റ്റാണ്, അത് വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലം. അതേ ഉള്ളൂ, ഒരു ചെറിയൊരു സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഓക്കെ, പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഒരു ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ യൂഷ്വലി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ പാരാമെട്രിക് സൊല്യൂഷൻസ് ഒക്കെ നമ്മളിപ്പോൾ ഇത്രയും ചെയ്തത്. നമ്മൾ ജസ്റ്റ് പഠിക്കാൻ പോകുന്നത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഒരു ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്തുമായിരിക്കും ഉദ്ദേശിക്കണേ? നമുക്ക് ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം y(ax+b) അല്ലേ? y ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി. ഇതാണ് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, നമുക്കറിയാം അല്ലേ? ദാറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ, നമുക്കറിയാം അല്ലയോ? അപ്പോൾ പാരാമെട്രിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ വരിക? എന്തായിരിക്കും? അത് എക്സിന് പകരം നമ്മൾ വേറെ പാരാമീറ്റർ കൊടുക്കുക അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ വേറൊരു പാരാമീറ്ററിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ, വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഓൾറെഡി പോയിന്റ്സ് ഒക്കെ തരും, ജസ്റ്റ് ആ ഫോമിലോട്ടേക്കൊന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നമുക്കപ്പോൾ രണ്ട് രീതിയിലാണ് പാരാമെട്രിക് ഇക്വേഷൻ, നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആക്ച്വലി നമുക്കൊരു പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ, ഓക്കെ, ഒരു ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് എഴുതണമെങ്കിൽ വി നീഡ് ആക്ച്വലി ടു തിങ്സ്, രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നെന്ന് പറയുന്നത് അത് പാസ് ചെയ്ത് പോകുന്ന ലൈൻ. ഓക്കെ, ആ ലൈന് പാസ് ചെയ്ത് പോകുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ ആദ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ലൈന് പാസ് ചെയ്ത് പോകുന്ന വെക്ടറും, പിന്നെ ആ ലൈന് പാരലൽ ആയിട്ടുള്ള വേറൊരു വെക്ടറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ വെക്ടർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ മാറ്റി എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ വെക്ടർ ഇക്വേഷൻ വരെ ഇതുപോലെയായിരിക്കും. വെക്ടർ ഇക്വേഷനിൽ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എക്സ്ട്രാക്ട് ചെയ്ത് എഴുതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്ടർ ഇക്വേഷൻ ഓഫ് എ ലൈൻ passing through, okay, passing through a point അല്ലെങ്കിൽ vector A, passing through vector A and parallel to B. okay, and ആർക്ക് പാരലൽ ആയിട്ട്? ബിക്ക് പാരലൽ ആയിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, നമുക്ക് പറയുകയാണെങ്കിൽ ബിക്ക് പാരലൽ ആയിട്ട് എയിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്ന R of t equal to A plus t into B, ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നത് ആ ലൈന് പാസ് ചെയ്യുന്ന പോയിന്റും, ബി എന്ന് പറയുന്നത് എന്തുവാ? ആ ലൈനിന് പാരലൽ ആയിട്ടുള്ള പോയിന്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ സ്പ്ലിറ്റപ്പായി രണ്ടായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാരാമെട്രിക് ഫോമും കിട്ടും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ അത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം സപ്പോസ് ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് നമുക്കിപ്പോൾ രണ്ട് പോയിന്റ്സ് തന്നിട്ടെന്ന് വിചാരിക്കുക, ഒരു 2 3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 3 പാസ് ചെയ്യുന്നത്. ഓക്കെ, 2 3 പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ദാറ്റ് ഈസ് പാരലൽ ടു 1 2. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുമ്പം 2 3 എന്നുള്ള പോയിന്റ് എവിടെയാണ് മക്കളെ വരിക? 2 3 ഇവിടെ ഉണ്ടാവും അല്ലേ? ആൻഡ് 2 3 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദ പോയിന്റ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് വേണം. എങ്ങനെ? ചുമ്മാ പാസ് ചെയ്താൽ മതിയോ? ഇല്ല, പാരലൽ ടു 1 2. 1 2 എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ടല്ലേ? ഇതാ ഇതിന് പാരലായിട്ട്, ആർക്ക് പാരലായിട്ട് ഇതാ ഈ പോയിന്റിന് ഇത് വല്ലാതെ അടുത്ത് പോയല്ലേ? നമുക്ക് കുറച്ചും കൂടി നകർന്നിട്ടുള്ള മതി. വേറൊരു പോയിന്റ് എടുക്കാം. 1 2 വേണ്ട, -1 2 എടുക്കാം. ഓക്കെ, -1 2 എടുത്ത് അപ്പോൾ എവിടെ ഉണ്ടാവും? അത് അവിടെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്? ഇതാ 2 3ക്ക് പാരലായിട്ട് ഇതാ ഈ പോയിന്റ്, ഈ പോയിന്റിൽ ഈ ഒരു പൊസിഷന് പാരലായിട്ട്, ഈ പോയിന്റ് ലൈനിന് പാരലായിട്ട് ഇതാ ഈ 2 3 പാസ് ചെയ്യുന്ന ലൈൻ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇതുപോലെ ഉണ്ടാവില്ലേ? ഓൾമോസ്റ്റ് ഏകദേശം കണ്ടില്ലേ? എങ്ങനെയാണ് അപ്പോൾ ലൈന് പാസ് ചെയ്ത് പോവുക? ഈ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്കറിയാം ഒരു ലൈനിൽ രണ്ട് കോമ്പണൻസ് ഉണ്ടാവും, എക്സും ഉണ്ടാവും വൈയും ഉണ്ടാവും അല്ലേ? y ഈക്വൽ ടു x പ്ലസ് ബി അല്ലേ? അതിൽ എക്സിനെയും വൈനെയും നമ്മൾ മറ്റൊരു പാരാമീറ്റർ വെച്ച് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ വരിക മക്കളെ? എങ്ങനെയായിരിക്കും വരിക? ഇഫ് ദ ലൈൻ പാസിങ് ത്രൂ, എങ്ങനെ? അതിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആണ്, ക്വസ്റ്റ്യൻ ഞാൻ തരാം കേട്ടോ. ലൈൻ ഇക്വേഷൻ ഓഫ് parametric equation of line passing through
2 3 പാസ് ചെയ്യും. ഓക്കെ, പാസിങ് ത്രൂ 2 3 പാസിങ് 2 3 ആൻഡ് പാരലൽ ടു ആർക്ക് പാരലായിട്ട് -1 2ന് പാരലായിട്ട് പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാടാം? ആർ ഓഫ് ടി ഈക്വൽ ടു ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? ആ 2 3 അപ്പോൾ എ പ്ലസ് ടി ബി നമുക്കറിയാലേ. അപ്പോൾ എങ്ങനെ എഴുതാം അതിനെ? നമുക്കത് വെക്ടർ ഫോമിൽ എഴുതാം. 2 3 പ്ലസ് ടി ഇൻറ്റു എന്ത് വരും? ടി ഇൻറ്റു -1 2. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പം എക്സും വൈ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാടാ? എക്സ് ഈക്വൽ ടു ഫസ്റ്റത്തെന്ന് പറയുമ്പം എക്സ് വൈ അല്ലേ, ഈക്വൽ ടു 2 പ്ലസ് 2 മൈനസ് ടി വരും, മറ്റേതോ 3 പ്ലസ് 2t വരും അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പം എക്സ് ഈക്വൽ ടു 2 മൈനസ് ടി, y ഈക്വൽ ടു 3 പ്ലസ് 2t. ദിസ് ഈസ് എ പാരാമെട്രിക് ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുക. ഏത് ലൈനിൻ്റെ? എ ലൈൻ ദാറ്റ് പാസിങ് ത്രൂ എ വിച്ച് ഈസ് പാരലൽ ടു ബി. ഓക്കെ, ഓക്കെ ആണോ? അപ്പോൾ നമുക്കൊരു ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കത് പാസ് ചെയ്യുന്ന പോയിന്റും കിട്ടണം, പിന്നെ ആർക്ക് പാരലായിട്ടാണ് പോകുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ലൈൻ എന്ന് പറയുന്നത്, ഇതിന് പാരലായിട്ടുള്ള. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇത് എഴുതിക്കോളൂ കേട്ടോ. ഫൈൻഡ് ദ പാരാമെട്രിക്, ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിക്കോളൂ. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ എ പാരലൽ ടു ബി. ഓക്കെ, നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, 2 സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ആളുടെ തന്നെ കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ ഞാൻ ആൻസർ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ കേട്ടോ. എന്തായിരിക്കും? എങ്ങനെ എഴുതാം? ആർ ഓഫ് ടി ഈക്വൽ ടു എന്തായിരുന്നു? എ പ്ലസ് ടി ബി. ഓക്കെ, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു എ എന്ന് പറയുന്ന ഇത് മാറിപ്പോകരുത്. എ എന്ന് പറയുന്ന പാസ് ചെയ്യുന്ന പോയിന്റും ബി എന്ന് പറയുന്നത് ആർക്ക് പാരലായിട്ടാണോ പോകുന്നത് ആ പോയിന്റും. ഇവിടെ എ എന്ന് പറയുന്നത് -2 0 പ്ലസ് ടി ഇൻറ്റു -5 3 വരും അല്ലേ. അപ്പോൾ നമ്മളിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? -2 മൈനസ് ടി 5 വരും, അല്ലെങ്കിൽ 5t എഴുതാം, കുറച്ചും കൂടി സൗകര്യം അല്ലേ. -5t, മറ്റേതോ 0 അല്ലേ അടുത്ത്, മറ്റേത് 0. ഓക്കെ, 0 പ്ലസ് 3t. ഓക്കെ, ഇത് 0. ഓക്കെ, 0 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ലൈക്ക് എക്സ് അല്ലേ, എക്സ് -2 -5t എന്ന് വരും. ഓക്കെ, എക്സ് ഈക്വൽ ടു -2 -5t എന്ന് വരും. ദെൻ വൈ എന്ന് പറയുന്നതോ? വൈ എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും? y ഈസ് ഈക്വൽ ടു 3t. സോ ദിസ് ഈസ് ഇക്വേഷൻ. ഓക്കെ, ഇതായിരിക്കും പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിങ് ത്രൂ എ ആൻഡ് പാരലൽ ടു ബി. ഓക്കെ, ഇങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ ഇതാ. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ നമുക്ക് തന്നെ ചെയ്യാം അല്ലേ. എങ്ങനെ വരിക? രണ്ടാമത്തെ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? രണ്ടാമത്തെ സിമ്പിളാണ്. എങ്ങനെയായിരിക്കും? ഇത് എഴുതി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ആർ ഓഫ് ടി ഈക്വൽ ടു എങ്ങനെ വരും? എ ടി പ്ലസ് ബി, ദാറ്റ് ഈസ് 3 - 4 പ്ലസ് ടി ഇൻറ്റു -7 8 അല്ലേ. ദാറ്റ് ഈസ് 3 - 7t -4 പ്ലസ് 8t നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിലും സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? എക്സ് ഈക്വൽ ടു 3 - 7t, y ഈസ് ഈക്വൽ ടു -4 പ്ലസ് 8t. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് എഴുതുന്നതിന് നമ്മൾ എന്ത് പറയുക? പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് 2 പോയിന്റ്സ് ആണ് വേണ്ടത് അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ വി നീഡ് 2 പോയിന്റ്സ്. എന്തൊക്കെയാണ്? ഒന്നത് പാസ് ചെയ്യുന്ന പോയിന്റും ഒന്നത് പാരലായിട്ട് ആർക്ക് പാരലായിട്ടാണോ പോകുന്നത് ആ പോയിന്റും. ഓക്കെ, സോ ഇത് എഴുതി കഴിഞ്ഞ് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മളിപ്പോൾ ചെയ്ത പോലെയല്ല. Find the parametric equation of the line M through P and Q. ഓക്കെ, നേരത്തെ എന്ന് പറയുമ്പം പാസിങ് ത്രൂ പി എ പാരലൽ ടു ബി എന്നാണ് പറഞ്ഞത്. ഓക്കെ, എയിലൂടെ പാസ് ചെയ്തു ബിക്ക് പാരലൽ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടുത്തെ പി ക്യൂ എന്ന് പറയുന്നത് എന്തുവാ? ആ ലൈനിന് 2 പോയിന്റ്സ്, അല്ലാതെ ലൈന് പാരലായിട്ടുള്ള പോയിന്റ് തന്നിട്ടില്ല. നമ്മൾ പഠിച്ചത് നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ വി നീഡ് എ പോയിന്റ് ത്രൂ വിച്ച് ദ ലൈൻ പാസസ് ആൻഡ് ഓൾസോ വി നീഡ് എ പോയിന്റ് വിച്ച് ഇസ് പാരലൽ ടു ഇറ്റ് അല്ലേ. അതൊരു പാരലായിട്ടൊരു ലൈൻ നമുക്ക് വേണം അല്ലേ. പക്ഷെ ഇങ്ങനത്തെ കേസ് വരുമ്പോഴോ ഇവിടെ നമുക്ക് പാരലായിട്ട് ആരും തന്നിട്ടില്ല. നമുക്ക് ആരെ മാത്രമേ തന്നിട്ടുള്ളൂ? അത് പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുക? ഇത് വളരെ സിമ്പിളാണ്. നമ്മളപ്പോൾ എന്ത് കോൺസെപ്റ്റ് എടുക്കണം? നമ്മൾ പാരലോഗ്രാം ലോ ഉപയോഗിച്ച് ഓർമ്മയില്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് പോലെ എഴുതിക്കോളൂ. ഇഫ് എന്താ പറയുക, if 2 points are given, if two points on the line are given. Okay,
പോയിന്റ്സ് ഓൺ ദ ലൈൻ ആർ ഗിവൺ എന്ന് വെച്ചാൽ പാരലായിട്ട് നമുക്ക് തന്നിട്ടില്ല, പാരലായിട്ടുള്ള പോയിന്റ് തന്നിട്ടുള്ള ആ ലൈനിൽ തന്നെ പോയിന്റ്സ് ആണ് തന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമുക്കറിയാം, നമുക്ക് ഇക്വേഷൻ എഴുതണമെങ്കിൽ ആ ഒരു മസ്റ്റാണ്, അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും പിന്നെ ഏതായിരിക്കും, പിന്നെ എന്താണ് അതിന് പാരലായിട്ടുള്ള എന്താ പറയുക, അതിന് പിന്നെ പാരലായിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഇവിടെ എന്താ അവസ്ഥ, ഇവിടെ അങ്ങനെ തന്നിട്ടുണ്ടോ, നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെ ഇത് ചെയ്യാം, നമുക്ക് പാരലായിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെ നമുക്കപ്പോൾ ഇതിൻ്റെ പാരലായിട്ടുള്ള വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാം? സിമ്പിളാണ് ആക്ച്വലി. ഇപ്പം ഫസ്റ്റ് കേസ് എടുക്കാം, 2 - 5 അല്ലേ. അപ്പം ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. 2 - 5 ഒക്കെ ഉള്ള സ്ഥിതിക്ക് അത്യാവശ്യം വലുത് തന്നെ വേണ്ടി വരും. ഓക്കെ, -5 ചെറുതായിപ്പോയി. ഓക്കെ, ഏതാണ് പോയിന്റ്? 2 - 5 -3 1. സോ ഞാൻ മാർക്ക് ചെയ്യാണ് 2 - 5 ഇവിടെ ഉണ്ടാവും അല്ലേ, പോയിന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെയോ -3 1. -3 1 എന്ന് പറയുമ്പം -3 ഇതാണ്, 1 ഇതാണ്. സോ ദിസ് ഈസ് 2 പോയിന്റ്സ്. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ഓക്കെ, അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 2 പോയിന്റ്സ് കിട്ടിയാൽ ആ ലൈനിൻ്റെ ഡയറക്ഷൻ സുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇതാണ് നമ്മുടെ ലൈൻ. അപ്പോൾ ഈ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ഇതിന് നമുക്ക് പാരലൽ പോയിന്റ് കിട്ടത്തില്ല. ജസ്റ്റ് എന്താ പറയുക, ഇത് പാസ് ചെയ്യുന്നൊരു പോയിന്റ് മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ്സ് ഇല്ലേ, അതിൽ ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് P - Q എടുക്കുക. ഇതിപ്പോൾ സപ്പോസ് P ആണെന്ന് വിചാരിക്കുക, ഇത് Q ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ P - Q നമുക്ക് ഏത് വെക്ടറാണ് നോക്കുക. P - Q എന്ന് പറയുമ്പം P + Q ആണല്ലേ. അപ്പോൾ Qയുടെ നെഗറ്റീവ് വേണം. എന്താണ് Qയുടെ നെഗറ്റീവ്? -Q എന്ന് വെച്ചാൽ എന്തായിരിക്കും? 3 - 1 വരും അല്ലേ. എന്ന് വെച്ചാൽ എവിടെയാണ് 3 - 1 എന്ന് പറയുമ്പം 3 ഇവിടെ ഉണ്ട്, -1 ഇതാണ്. സോ ദിസ് ഈസ് ദ പോയിന്റ്. ഓക്കെ, അപ്പം അതായിരിക്കും ഇതിന് പാരലൽ. നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ ഇതേക്ക് പാരലാണ് നമുക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുക? നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയായിരിക്കും P - Q നമ്മളതാ ഇതിൻ്റെ പിന്നെ ഇത് P - Q ആയിട്ടില്ല, -Q ആയിട്ടുള്ളൂ. എങ്ങനെയാണ് P - Q ഇതിന് പാരലാവാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് P - Q നോക്കാം. വാട്ട് ഈസ് P - Q? ദാറ്റ് ഈസ് 2 - 5 -3 1. ദാറ്റ് ഈസ് എത്ര വരും ഇടാം? 5 വരും. 5 വരും. പിന്നെയോ -5 - 1 എന്ന് പറയുമ്പം -6 വരും. അത്യാവശ്യം വലിയ പോയിന്റ് ആണല്ലേ. 5 - 6 എന്ന് പറയുമ്പം ഇവിടെ വരും അല്ലേ. ഇതാണ് നമ്മുടെ പോയിന്റ്. ഇതിനിപ്പം വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരാം? സോ ദിസ് ഈസ് ദ 2 ലൈൻസ്. അപ്പോൾ നമുക്ക് ആദ്യം പൊസിഷൻ വെക്ടർ വരയ്ക്കേണ്ടി വരും. ഞാൻ ഓർത്തിനിൽ നിന്ന് പൊസിഷൻ വെക്ടർ വരയ്ക്കുകയാണ്. നിങ്ങളപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫിനൊന്നും ആവശ്യമില്ല, യു ക്യാൻ ഡയറക്റ്റ്ലി റൈറ്റ് ഇറ്റ്. ഓക്കെ, ഇതാണ് 2 - 5ൻ്റെത്. സോറി, 5 - 6 ഞാൻ മുകളിലായി പോയില്ലേ. സോറി 5 - 6 താഴെയാണ് വരിക. സോറി. ഓക്കെ, 5 - 6 ഇവിടെയായിട്ട് വരിക. ഓക്കെ, 5 6 എന്ന് പറയും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക? ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ദിസ് വിൽ ബി ദ, ഇതാണെന്ത് നമ്മുടെ പാരലോഗ്രാം വെച്ച് റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ പോയിന്റ്. ഓക്കെ, നമുക്കൊന്ന് ഇയാളുടെ പൊസിഷൻ വെക്ടർ നോക്കാം. ഈ ലൈനിൻ്റെ പൊസിഷൻ, ഇതാണ് നമ്മുടെ പോയിന്റ് ഡിഫറൻസ് വരുന്നത്. ഇയാളുടെ പൊസിഷൻ വെക്ടർ നോക്കുമ്പോൾ നോക്കിയേ മക്കളെ, ഇയാളുടെ പൊസിഷൻ വെക്ടർ നിങ്ങളൊന്ന് നോക്കിയേ എങ്ങനെയുണ്ട്. ആ ലൈന് പാരലായിട്ടല്ലേ പോകുന്നത്? നമ്മുടെ മെയിൻ ലൈനായിട്ടുള്ള ഈ ലൈനിന് പാരലായിട്ടല്ലേ നമ്മുടെ P - Qൻ്റെ ലൈന് പോകുന്നത് അല്ലേ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് 2 പോയിന്റ്സ് തന്നു. ഓക്കെ, അത് ഏത് ലൈനിൽ തന്നെയുള്ള 2 പോയിന്റ്സ് തന്നിട്ട് നിങ്ങളോട് എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പാരാമെട്രിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ ഒരു പോയിന്റും ഈ ലൈന് പാരലായിട്ടുള്ള വേറൊരു പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, വേണ്ടത് അല്ലേ. അപ്പം പക്ഷേ ഇതിന് നമുക്ക് പാരലൽ പോയിന്റ് തരാത്ത സ്ഥിതിക്ക് അതെങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? 2 പോയിന്റ്സിൽ സ്ഥിതിക്ക് 2 പോയിന്റ്സ് P യും Q എന്ന് വെച്ചാൽ ആ ലൈന് പാസ് ചെയ്ത് 2 പോയിന്റ്സ് P ആൻഡ് Q തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് P - Q എന്നുള്ള വെക്ടർ എന്തായിരിക്കും? P - Q എന്തായിരിക്കും? അത് ഈസ് പാരലൽ ടു ദിസ് ലൈൻ ആയിരിക്കും കേട്ടോ.
is parallel to the line. Okay, അപ്പോൾ നിങ്ങൾ ഗ്രാഫ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നും വരില്ല. എന്താണ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വൺസ് അഗെയിൻ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എഴുതണമെങ്കിൽ വി നീഡ് എ പോയിന്റ് ആൻഡ് എ പോയിന്റ് ദാറ്റ് ഈസ് പാരലൽ ടു ദിസ് ലൈൻ, റൈറ്റ്? അപ്പം സപ്പോസ് ഇപ്പം പാരലൽ ആയിട്ടൊരു പോയിന്റ് തന്നില്ല, പകരം നിങ്ങൾക്ക് ആ ലൈനിൽ തന്നെയുള്ള 2 പോയിന്റ്സ് ആണ് തന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പി മൈനസ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഗ്രാഫിക്കലി വേണം വരയ്ക്കേണ്ട നിർബന്ധമില്ല കേട്ടോ. പി മൈനസ് ക്യൂ, ക്യൂ മൈനസ് പി, അപ്പ് ടു യു, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് ദി ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കിട്ടും? പാരലൽ ആയിട്ടുള്ള പോയിന്റ് കിട്ടും കേട്ടോ. രണ്ട് ലൈനിൽ തന്നെയുള്ള 2 പോയിന്റ്സ് ആണെങ്കിൽ പി മൈനസ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ലൈനിന് പാരലൽ ആയിരിക്കും എന്ന് പറയുന്നത്. ഇസ് പാരലൽ ടു ലൈൻ പാസിംഗ് ത്രൂ പി ആൻഡ് ക്യൂ. ഓക്കെ, ത്രൂ പി ആൻഡ് ക്യൂ. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് പോയിന്റ്സ് അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തുകൂടെ? ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പം വരച്ച് കാണിച്ചു. എന്ത് പിയും ഉണ്ട് ക്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പി മൈനസ് ക്യൂ എന്താണ്? പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് 2 മൈനസ് മൈനസ് 3, 2 മൈനസ് 5 മൈനസ് മൈനസ് 3, ദാറ്റ് ഈസ് വാട്ട്? 2 പ്ലസ് 3 5 വരും അല്ലേ? 5 വരും. മൈനസ് 5 മൈനസ് 1 മൈനസ് 6 വരും. അതാണ് പി മൈനസ് ക്യൂ. അപ്പം നമുക്കൊരു പോയിന്റും ഉണ്ട്, നമുക്ക് വെക്ടറും ഉണ്ട്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഇതർ പി വെച്ച് എഴുതാം അല്ലെങ്കിൽ ക്യൂ വെച്ച് എഴുതാം. ഞാൻ പി വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്ത് വരും? എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഏതും എടുക്കാം കേട്ടോ. പി യു എടുക്കാം, ക്യൂ എടുക്കാം. പാസ് ചെയ്ത പോയിന്റ് എടുക്കാം. രണ്ടിലും കൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. സോ എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഇക്വേഷൻ വി ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ടി പ്ലസ് ബി അല്ലേ? സോറി, എ പ്ലസ് ടി ബി അല്ലേ? എ എന്ന് പറയുന്ന പാസ് ചെയ്യുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പാരലൽ ആയിട്ടുള്ള പോയിന്റും. ഞാൻ ഇവിടെ പി എടുക്കുകയാണെങ്കിൽ പോയിന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് 2 മൈനസ് 5 പ്ലസ് ടി ഇൻറ്റു 5 പാരലൽ ആരാണ്? പി മൈനസ് ക്യൂ അല്ലേ? 5 മൈനസ് 6 ദാറ്റ് ഈസ് 2 പ്ലസ് 5t മൈനസ് 5 മൈനസ് 6t. അപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമടാ? എക്സ് ഈക്വൽ ടു 2 പ്ലസ് 5tയും വൈ ഈസ് ഈക്വൽ ടു minus 5 minus 16. Okay, so this is the parametric equation that passes through the 2 points P and Q. Okay, that passes through. Parallel തന്നിട്ടില്ല കേട്ടോ, പാസ് ചെയ്ത പോയിന്റ് തന്നിട്ടുള്ളൂ. നമ്മൾ ആ 2 പോയിന്റ്സിൻ്റെയും കൂടെ ഡിഫറൻസ് എടുത്തിട്ടുള്ള ആ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ പാരലൽ ആയിട്ട് എടുത്തത് കേട്ടോ. ആ പോയിന്റ് പാരലൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെയും കൂടെ എഴുതി വെക്കാം അല്ലേ പെട്ടെന്ന്. അപ്പം ഇവിടെ നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ്സ് തന്നിട്ടുള്ളൂ. സോ പാരലൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പി മൈനസ് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? എന്തുവാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണേ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അതിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. പി മൈനസ് ക്യൂ ഈക്വൽ ടു എന്ത് വരും? പി മൈനസ് ക്യൂ ഈക്വൽ ടു -6 3 മൈനസ് അടുത്ത പോയിന്റ് ഐ തിങ്ക് 0 ആണെന്ന് തോന്നുന്നു. 0 മൈനസ് 4 ഞാൻ റഷിൽ എഴുതുമ്പോൾ 0 ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് പി മൈനസ് ക്യൂ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് -6 3 മൈനസ് -4 എന്ന് വെച്ചാൽ 7. സോ നമുക്ക് പാരലൽ പോയിന്റ് കിട്ടിയില്ലേ? നമുക്ക് ഇക്വേഷൻ എഴുതാം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ പ്ലസ് ടി ബി ആണ്. ദാറ്റ് ഈസ് ഞാനിവിടെ -6 3 എടുക്കാം. നിങ്ങൾക്ക് ഏത് പോയിന്റ് വേണേൽ എടുക്കാം കേട്ടോ. ഐദർ പി എടുക്കാം ഓർ ക്യൂ എടുക്കാം. കാരണം രണ്ടിലൂടെയും ലൈന് പാസ് ചെയ്യുന്നുണ്ടല്ലോ. പ്ലസ് ടി ഇൻറ്റു -6 7 അല്ലേ? ദാറ്റ് ഈസ് -6 -60 3 + 7t. ഓക്കെ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു -6 -60 y is equal to 3 + 7t. So this is the parametric equation of the line that passes through 2 points. Okay, ഇവിടെ once again നമുക്ക് parametric equation എഴുതണമെങ്കിൽ we need a point that lies on that line and another point that is parallel. Okay, ഈ ലൈന് പാരലൽ ആയിട്ടുള്ള ആർക്ക് മറ്റൊരു ലൈൻ പോയിന്റും കൂടെ നമുക്ക് വേണം. ഓക്കെ, അതിന് ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് a + tb വെച്ച് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇൻ കേസ് പാരലൽ ആയിട്ടൊരു പോയിന്റ് തന്നിട്ടില്ല, പകരം പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് ആണ് തന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ടേക്ക് പി മൈനസ് ക്യൂ. ഓക്കെ, പി മൈനസ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ഈ ലൈനിന് പാരലൽ ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ സോ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.